നവീകരണം പൂർത്തിയാക്കിയ കോഴിക്കോട് ടൗൺ ഹാൾ ഈ മാസം അവസാനത്തോടെ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും. പൈതൃകം നിലനിർത്തിയുള്ള നവീകരണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. നവീകരണത്തിനായി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ടൗൺ ഹാൾ അടച്ചത്. നിറം മങ്ങിയ ചുമരും തേഞ്ഞ കസേരകളും ഇനി പഴങ്കഥയാകും. നഗരത്തിലെ സാംസ്കാരിക പരിപാടികളുടെ പ്രധാന വേദിയായ ടൗൺ ഹാൾ പുതുമോടിയോടെ ഈ മാസം അവസാനം തുറക്കും. കസേരകൾ ക്രമീകരിക്കുന്ന ജോലികളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. നേരത്തെയുള്ള ചുവന്ന പ്ലാസ്റ്റിക് കസേരകൾ പൂർണ്ണമായും മാറ്റിയാണ് പുതിയവ സ്ഥാപിക്കുന്നത്. 300-ലധികം കസേരകൾ ഇടാൻ ഹാളിൽ സൗകര്യമുണ്ട്. ചുമതിലും പെയിന്റിംഗ് നടത്തി കഴിഞ്ഞു. അതുകൂടാതെ കസേരകൾ മാറ്റി, പഴയ കസേരകൾ മാറ്റി പുതിയ കസേരകൾ ഇടുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാംസ്കാരിക പ്രവർത്തകരുടെയും മഹാന്മാരുടെയും ഒക്കെ ഫോട്ടോസ് നമ്മുടെ ഈ ടൗൺ ഹാളിൻ്റെ ചുമരുകളിലുണ്ട്. ആ ഒരു ഫോട്ടോസ് എല്ലാം നമ്മളെടുത്ത് ശേഖരിച്ച് ഇനിയും ഫോട്ടോസ് വെക്കാനും ഉണ്ട്. അപ്പോൾ സ്ഥല പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് ഡിജിറ്റൈസ് ചെയ്ത് 2 സ്ക്രീനിലായിട്ട് ഡിജിറ്റൈസ് ചെയ്ത് സ്ക്രോൾ ചെയ്തുകൊണ്ട് അവരെ പറ്റിയുള്ള ചെറു വിവരണം കൂടി ചേർത്തുകൊണ്ട് പ്രദർശിപ്പിക്കാനുള്ള രീതിയിലേക്ക് മാറ്റുകയാണ്. ഹാളിലെ ചുമരുകളിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രശസ്തരുടെ ഫോട്ടോകൾ ഡിജിറ്റലൈസ് ചെയ്യും. നിലവിൽ 2 വരികളിലായാണ് ഫോട്ടോകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അനശ്വര സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ഫോട്ടോയും ഡിജിറ്റലൈസ് ചെയ്യും. കോർപ്പറേഷന്റെ കീഴിലുള്ള സാംസ്കാരിക വർക്കിംഗ് ഗ്രൂപ്പിലുള്ള കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട മുഴുവൻ കലാകാരന്മാരുടെയും അഭിപ്രായം ആരാഞ്ഞുകൊണ്ടാണ് ചെയ്തത്. അവരുടെ ഒരു പ്രൊഫഷണൽ നാടക ട്രൂപ്പ് വന്നാൽ എന്തൊക്കെയായിരിക്കണം ഈ ഹാളിൽ നിലനിൽക്കേണ്ടത് എന്നൊക്കെ അവരോട് ചോദിച്ചറിഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തത്. 30 ലക്ഷത്തിലേറെ ചെലവഴിച്ചാണ് നവീകരണം. 4 വർഷം മുമ്പാണ് അവസാനമായി ടൗൺ ഹാളിന്റെ അറ്റകുറ്റപ്പണി നടത്തിയത്. ദിവസവും പരിപാടികൾ നടന്നിരുന്ന ടൗൺ ഹാൾ അടച്ചിട്ടത് പ്രയാസം സൃഷ്ടിച്ചിരുന്നു. 1891 ജനുവരി 12 ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയയുടെ ഭരണ ജൂബിലി ആഘോഷത്തിലാണ് ടൗൺ ഹാൾ ഉയർന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.